ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ദിവ്യ മാമിൻ്റെ പോർട്രേറ്റാണ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞത് ഇത് കണ്ടില്ലേ, ഏറ്റവും നമ്മൾ ഏത് പോർട്രേറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരുപാട് ഇഷ്ടമാണ്. നല്ലൊരു വ്യക്തിത്വമുള്ളൊരു മാം തന്നെയാണ്. അപ്പം അതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് വരയ്ക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് ഒരു ഔട്ട്ലൈൻ ഇടാമെന്ന് കരുതിയത്. അത് സ്റ്റാർട്ടിങ് നമ്മൾ ഏത് പോർട്രേറ്റ് നമ്മൾ വരച്ചാലും ശരിയാണ്, ഏറ്റവും മുകൾ ഭാഗം തൊട്ട് അതായത് ഹെയർ മോഡൽ, അതായത് ഹെയറിൻ്റെ ആ ഒരു പൊസിഷൻ തൊട്ട് വേണം ഔട്ട്ലൈൻ ഇട്ടിട്ട് താഴോട്ട് വരാൻ. ആ ഒരു ഹെയർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ഐബ്രോയുടെ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നോക്കിക്കൊണ്ടാണ് ആ ഒരു ഐബ്രോയ്ക്ക് ലൈൻ ഇടുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഐക്കും കണ്ണിനും അതുപോലെ തന്നെയാണ്. അത്രയും ഡിസ്റ്റൻസ് അതിൻ്റെ ഷേപ്പും എല്ലാം നോക്കിയായിരിക്കും ആ ഒരു കണ്ണിനും ഷേപ്പ് ഇട്ടത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നോസും, അതുപോലെ തന്നെയാണ് ആ ഒരു മൂക്ക്, അത് ഏത് രീതിയിലാണെന്നുള്ളത് ഓരോ ലൈൻസുകളും വളരെ ശ്രദ്ധിച്ചാണ് നമ്മളത്. അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ചുണ്ട്, അത് ആ ഒരു കണ്ണ്, മൂക്ക്, ചുണ്ട്, ഇതൊരു 3 എണ്ണവും നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ കറക്റ്റ് ഓക്കെ ആവും. അത് തന്നെ നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരച്ച ആ ഒരു പിക്ചറും അതുപോലെ തന്നെ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒറിജിനൽ പിക്കും തമ്മിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇടവിട്ട് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് തിരുത്തിക്കൊണ്ട് വരാനും പറ്റും. നമ്മളിപ്പോൾ കളർ ചെയ്താൽ തന്നെ ആ ഒരു കളറിങ് കഴിഞ്ഞ കുറച്ച് സമയം നമ്മളൊന്ന് എണീറ്റ് നിന്ന് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ ഞാൻ ചെയ്യുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. അത് എത്രത്തോളം കറക്റ്റ് ആകുമെന്നുള്ള മറ്റാരെങ്കിലും ഒന്നും കൂടി അത് കണ്ടാൽ മാത്രമേ നമുക്കും അതൊരു കൺഫേമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആര് പോർട്രേറ്റ് ചെയ്താലും ഏറ്റവും മുകൾ ഭാഗം തൊട്ടേ നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ട് വരികയാണ്. അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് അനുസരിച്ച് ആ ഒരു കളറിങ്ങും അതുപോലെ തന്നെയാണ്. ഇതിപ്പോൾ കളറിലോട്ട് പോവുകയാണ്. ബോഡി കളർ ഞാൻ ആദ്യമേ കൊടുത്ത് അതിൻ്റെ ഡാർക്ക് കളറായിട്ട് വീണ്ടും ഞാനത് ലിറ്റിൽ ആ ഒരു ബോഡി കളർ നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടുമല്ലേ, അതിൻ്റെ കൂടെ ലേശം ഒരു പിങ്ക് കളർ, ആ ഒരു ഫേസിന് ലേശം ഒരു പിങ്ക് കളറിൻ്റെ ടച്ചും ഉണ്ട്. അപ്പോൾ അതും കൊടുത്ത് ഡാർക്ക് ഇടേണ്ട ഭാഗത്ത് ഡാർക്ക് ഇട്ട്, ലൈറ്റ് ഇടേണ്ട ഭാഗത്ത് ലൈറ്റ് ഇട്ടിട്ടാണ് ആദ്യമേ ആ ഒരു കളറിൽ വാഷ് ചെയ്തിഞ്ഞെടുക്കുകയാണ്. ഇനി ആ ഒരു ഹെയറിൻ്റെ കളറാണ്, അതും ഇതുപോലെയാണ്. ഇതെന്ന് വെച്ചാൽ ബ്രൗൺ പ്ലസ് ബ്ലാക്ക് ഇട്ടിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഒക്കർ കളറും മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കളറിൻ്റെ മിക്സ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് ഇട്ടതിന് ശേഷമാണ് വീണ്ടും നമ്മൾ ആ ഒരു ഹെയറിന് ബ്ലാക്ക് ഇട്ട് ലൈൻ ബ്ലാക്ക് എവിടെയൊക്കെ ആ ഒരു പിക്ചറിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെ ആ ഷെയ്ഡ് ഇടേണ്ട ഭാഗത്ത് ലൈറ്റ് ഇട്ട് നമ്മൾ വെറുതെ ലൈറ്റ് ഇട്ട് നോക്കിയതിന് ശേഷം അവിടെ എവിടെയൊക്കെ ഡാർക്കാണോ കൊടുക്കേണ്ടത് അവിടെയെല്ലാം നമ്മൾ ഡാർക്ക് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ആദ്യമേ ഒക്കർ കളറാണ് ഷെയ്ഡ് ഇട്ടത്. അതിന് ഏറ്റവും മുന്നേ ബ്രൗൺ പ്ലസ് ബ്ലാക്ക് ഇട്ട് എവിടെയാണോ ഡാർക്ക് കൊടുക്കേണ്ട ഭാഗത്തെല്ലാം ഡാർക്ക് ഇട്ട് കഴിഞ്ഞു. ആ ഒരു ഐബ്രോയ്ക്കും അതുപോലെയാണ്. ലാസ്റ്റ് ടച്ചിങ് ആണ് നമ്മൾ പിന്നെ ചെയ്യുന്നത്. ഇത് സ്പെക്സ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്പെക്സിൻ്റെ ഏറ്റവും മുകളിൽ സ്പെക്സിൻ്റെ ഒരു ഗ്ലാസ് എന്നറിയാൻ നമ്മൾ വൈറ്റ് ഷെയ്ഡ് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ ആ ഒരു റെഡ് കളർ നമ്മൾ ആ ഒരു കയ്യിലിരിക്കുന്ന ആ ഒരു നമ്മുടെ കയ്യിലുള്ള ആ ഒരു പിക്ചറിൽ എങ്ങനെയൊക്കെയാണോ സെയിം അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഒരു പോർട്രേറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ പരമാവധി ട്രൈ ചെയ്തതാണ്.